ഹായ്, വെൽക്കം ടു ചിന്നൂസ് ചെറിപിക്സ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു മട്ടൻ കറിയുടെ റെസിപ്പി കാണാം. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് എണ്ണയോ നെയ്യോ ചൂടാക്കി എടുക്കാം. ഞാനിവിടെ 2 പപ്പാതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ അനീസ്, കുരുമുളക്, പിന്നെ 2 ഏലക്കയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഏലക്ക തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരിക്കുന്നത്. ഞാൻ അവസാനം കയ്യിലുണ്ടായിരുന്ന ഏലക്ക പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 2 ഏലക്ക ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊരു ചെറിയ മണം വരുന്നത് വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം, തീ കുറച്ച് വെച്ച്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10-12 വെളുത്തുള്ളിയും 3 കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പിൽ കൂടുതൽ കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-40 കൊച്ചുള്ളിയെങ്കിലും കാണും. അതുപോലെ 2 എരിവുള്ള പച്ചമുളകും ഒരു വലിയ തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തക്കാളി ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മസാല അല്ലെങ്കിൽ പൊടികൾ തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ഹോൾ സ്പൈസസ് മൂപ്പിച്ച് പൊടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു നല്ല നാടൻ ഒരു ടേസ്റ്റ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടികളാണ് ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്താലും മതി. എങ്കിലും ഹോൾ സ്പൈസസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 6-7 വറ്റൽമുളകും 2.5 ടേബിൾ സ്പൂൺ മല്ലിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളകും 1 കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഒരു മണം വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറൂടെ ചേർത്ത് കൊടുക്കുക, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തക്കാളി വഴഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം മസാല പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കാം. ഓരോ മട്ടൻ്റെയൊക്കെ അനുസരിച്ച് വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ തുറന്ന് നോക്കി വെന്തില്ല എന്ന് വെച്ചാൽ ഒരു 1-2 വിസിലിനും കൂടെ വേണ്ടിയിട്ട് വെച്ച് നോക്കുക. ഇനിയിപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. എപ്പോഴും നമ്മൾ പ്രഷർ കുക്കറിൽ നിന്ന് തുറന്ന് കറി റെഡിയായെന്ന് വിചാരിക്കരുത്. അതൊന്ന് അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ഒന്ന് കുറുകിയ ഒരു കറിക്കൊക്കെ ഒരു ഭംഗി തന്നെ വരുന്നത്. അതുപോലെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. അതുപോലെ തന്നെ മസാല കുറവാന്ന് തോന്നുവാണെങ്കിൽ ചെറുതായിട്ട് ഗരം മസാലയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പം പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.